രക്ഷയ്ക്കും അഭിവൃദ്ധിക്കുമായി പരശുരാമന്റെ അഭ്യർത്ഥന അനുസരിച്ച് ബ്രഹ്മദേവൻ യാഗം ചെയ്ത ഭൂമിയാണ് നിളാതീരം. ആ യാഗത്തിനായി ഭാരതത്തിലെ സപ്തനദികളും സകല പുണ്യതീർത്ഥങ്ങളും ഗംഗാദേവിയുടെ നേതൃത്വത്തിൽ നിളയിൽ സാന്നിധ്യം ചെയ്തു. അങ്ങനെ നിള ഭാരതപ്പുഴയായി. ആ പവിത്രമായ ഭാരതപ്പുഴയുടെ ഇത് പൊളിക്കല്ലോ, ഇത് പൊളിച്ചിട്ട് തിരിഞ്ഞു മഹാമേരു ശ്രീചക്രം എന്ന ബ്രഹ്മാണ്ടത്തിന്റെ 3 ഡയമെൻഷണൽ സ്വരൂപമാണ് നമ്മുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ചേർന്ന് നമ്മുടെ ക്ഷേത്രങ്ങളെ മുഴുവൻ പ്രദക്ഷിണം ചെയ്ത് തിരിച്ച് ഇവിടെ സ്ഥാപിച്ച ശേഷം ഗംഗാജല പ്രസാദവും ഭസ്മപ്രസാദവും എല്ലാവരും ചേർന്ന് നൽകുന്നതാണ്. ക്ഷേത്രത്തിന്റെ ദേവി പരാശക്തി സ്വരൂപിണിയായ ശ്രീയുടെ കയ്യിലേക്ക് ഇത് നൽകുവാൻ പ്രത്യേകം അപേക്ഷിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും ഇത് അനുഗമിച്ചുകൊണ്ട് നമുക്ക് അമ്മേ നാരായണ ദേവി നാരായണ എന്ന് ചൊല്ലി പ്രദക്ഷിണം ചെയ്യാവുന്നതാണ്. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ ഭഗവൻ സൂര്യസ്യ വയം ദേവാനാസ്യാമ ഭഗവ വസുദേവാസ്തേന വയം ഭഗവന്തസ്യാമ സർവ ഇജ്ജോ ഹവീമി സനോ ഭഗവതേതാമവേഹ സമർദ്ദരായോഷസോ നമന്തദ്ദിക്രാവേ മസുനേ പദായ ശ്രുതി ആനിക്കോട് അഞ്ചമൂർത്തി ക്ഷേത്രം വീണ്ടും ഓരോ യജ്ഞാത്മാക്കളെ കൊണ്ട് പരിപൂർണമായി തപസ്യായ ശ്രേഷ്ഠന്മാർ വന്ന് ഇവിടെ അവരുടെ പുണ്യപാദങ്ങൾ കൊണ്ട് പുണ്യതീർത്ഥമായിട്ടും പുണ്യക്ഷേത്രമായിട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ കുംഭമേള എന്ന് പറയുന്ന മാഘമാസത്തിലെ മകൻ നക്ഷത്രത്തിൽ നടക്കുന്ന മാഘമകം നമുക്ക് രഥപ്രയാണമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് ലോകപ്രസിദ്ധനായ ശ്രീനാഥ് കാരാട്ജിയാണ്. അദ്ദേഹം നമ്മുടെ ഈ തിരുസന്നിധിയിൽ എത്തിച്ചേരാനും പ്രത്യേകിച്ച് ശ്രീചക്രപൂര മേരു പൂജ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് അത്രയും അധികം ശ്രേഷ്ഠമായ പൂജകൾ കൊണ്ട് മഹത്വവൽക്കരിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്രീനാഥ്ജി. പിന്നെ നമുക്ക് ഇവിടെ അറിയപ്പെടുന്ന മഹാവ്യക്തിത്വമാണ് മഹാമണ്ഡലേശ്വരായിരിക്കുന്ന സംപൂജ്യ സ്വാമി പ്രഭാകരാനന്ദ സ്വാമിജികൾ. മംഗല മിനി ശബരിമലയില് അദ്ദേഹത്തിന്റെ ആശ്രമവും അതുപോലെ തന്നെ ലോകമെമ്പാടും പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇവിടെ സാന്നിധ്യം വഹിച്ചിട്ടുണ്ട്.
അതുപോലെ സംഭൂജ സ്വാമി ദേവാനന്ദപുരി മഹാരാജ്. നമുക്ക് ഈ ക്ഷേത്രത്തിലെ എല്ലാ പരിപാടികൾക്കും അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് ഉറപ്പു നൽകുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് അനുഗ്രഹീതമായി എത്തിച്ചേരുകയും ചെയ്യുന്ന സംഭൂജ സ്വാമിജിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പുതുതായിട്ടുള്ള 2 വ്യക്തികളെ കൂടി ഞാൻ പരിചയപ്പെടുത്താണ്. കാരണം നമുക്ക് പ്രാന്തീയ സേവാ പ്രമുഖ്, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രാന്തീയ സേവാ പ്രമുഖായിട്ടുള്ള ദാമോദരേട്ടനൊക്കെ എന്റെ കുട്ടിക്കാലം മുതലേ അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. പക്ഷെ ഇന്ന് തിരുനാവായ മാഘമക മഹോത്സവത്തിന് പൂർണ്ണ സമയം അദ്ദേഹം ഈ യാഗത്തിന്റെ വിജയത്തിനും സംഘാടനത്തിനും വേണ്ടി എല്ലാ ജില്ലകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ഒട്ടനവധി മഹത്തായ വ്യക്തികളെ അവിടെ എത്തിച്ചേരാനുള്ള എല്ലാ സന്മാർഗങ്ങളും പകർന്നു കൊടുക്കുകയും സംഘടനാപരമായി ഏതെല്ലാം തലത്തിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമോ അതെല്ലാം ദാമോദർജി അവിടെ പ്രവർത്തിക്കുന്നത് ഇന്നലെയും കാണാൻ സാധിച്ചതാണ്. ഇന്ന് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിച്ചതും മഹാഭാഗ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് പാലക്കാട്, പ്രത്യേകിച്ച് ഒറ്റപ്പാലം എന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നു ഇത്രയും അധികം ആധ്യാത്മിക പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഗണേശോത്സവം തന്നെ ഗംഭീരമായിട്ട് നടത്തുന്ന അരവിന്ദാക്ഷേത്രം ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. അരവിന്ദാക്ഷേത്രം ഇവിടെ സ്വാഗതം ചെയ്യുന്നു. ഒട്ടനവധി പ്രവർത്തനങ്ങൾ അരവിന്ദാക്ഷേത്രം ഒറ്റപ്പാലം മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനാ വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ ഇപ്പൊ പാലക്കാട് ഈ രഥയാത്ര സംഘടിപ്പിക്കുന്നത് സന്തോഷിയാണ്. സന്തോഷിയുടെ സംഘടനാ പ്രവർത്തനത്തിലൂടെയും ഒട്ടനവധി ആൾക്കാർ ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് കേൾക്കാനുള്ളത് ശ്രീനാഥ്ജിയുടെ 2 വാക്കുകളാണ്. കാരണം 1250 കൊല്ലം പഴക്കമുള്ള ക്ഷേത്രം 2008 ഇവിടെ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറ് വന്ന് ഇവിടെ വിളക്ക് വെച്ച് പൂജ കഴിച്ചു തുടങ്ങിയത്. അതിനുശേഷം ഇപ്പൊ 26ലധികം കുട്ടികളെ യജുർവേദ മന്ത്രങ്ങളും പൂജാവിധികളും പഠിച്ചു വരുന്നു. 17ാമത് നാടൻ പശുക്കളെ, ദേശീയ പശുക്കളെ സംരക്ഷിച്ചു വരുന്നു. ദിവസേന നിളയ്ക്ക് ആരതി ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഗംഗാരതി ദിവസേന ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് പാലക്കാട് ഒരു പൈതൃക ജില്ലയാണ് എന്നുള്ള പ്രഖ്യാപനത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാലക്കാടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്തു നിന്നാണ് കൽപ്പാത്തി പുഴയും കൂടി ചേർന്നുകൊണ്ട് ഭാരതപ്പുഴ എന്നുള്ള പേരിലേക്ക് പോകുന്നത്. നിളാനദി ഇവിടെ വടക്കോട്ട് തിരിഞ്ഞ് ഒഴുകുന്നതുകൊണ്ടും ഇതിന് അത്രയും പവിത്രതയുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം തന്നെ പോകാം. അതിനുശേഷം സ്വാമിജിമാർ നമ്മളോട് പറഞ്ഞതിന് ശേഷം ദാമോദരേട്ടന്റെ പ്രവർത്തനം ആ ക്ഷേത്രത്തിൽ ഇപ്പോൾ തിരുനാവായയിൽ വന്നാൽ നിങ്ങൾക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ട് എങ്ങനെ വരണമെന്നും നമുക്ക് നിർദ്ദേശം തരുന്നുണ്ടാവും. നമുക്ക് പറഞ്ഞതനുസരിച്ച് കാലത്ത് 6 മണി മുതൽ വൈകിട്ട് 6 മണി ഗംഗാ ആരതിയോടുകൂടി അവിടെ ആരതി കഴിയുന്ന ആ സമയത്ത് സ്നാനത്തോടുകൂടി നമുക്ക് പൂർണ്ണമായിട്ടും അവിടെ എത്തിച്ചേരുന്ന ആൾക്കാർക്ക് അവിടെ സ്നാനം ചെയ്യാനുള്ള സൗകര്യം, ഭക്ഷണ സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ശ്രീനാഥ്ജിയെ സ്വാഗതം ചെയ്യുന്നു ഈ ക്ഷേത്ര സന്നിധിയിൽ. അതർക്യം ത്രൈപുരം ശ്രീഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇതൊരു പ്രസംഗത്തിന്റെ പ്രഭാഷണത്തിന്റെ ഒന്നും സമയമല്ല, ഇതൊരു നിറവിന്റെ സമയമാണ്. നമുക്കെല്ലാവരും ഒരുപാട് ആനന്ദം ഉണ്ടാകുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് ഇവിടെ വന്ന സമയത്ത് പുറത്ത് കുറേ ഫോട്ടോ കണ്ടു. ആദ്യം കണ്ടത് ഗുരുനാഥന്റെ ഫോട്ടോ, പരമഗുരുനാഥന്റെ ഫോട്ടോ ഒക്കെയാണ്. അതുപോലെ അകത്ത് വന്നപ്പോഴേ മഹാത്രിപുസുന്ദരിനെയാണ് കണ്ടത്. ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന, നിറവുണ്ടാകുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കുംഭമേളയെ കുറിച്ച് പറയുമ്പോഴും ഇത് കേവലം നമ്മളെ കേരളത്തിൽ നടക്കുന്ന ഒരു കുംഭമേള ഇപ്പം നടക്കുക എന്നുള്ളതല്ല. ധർമ്മദേവതയുടെ ഒരു ശക്തമായ ഉയർത്തെഴുന്നേൽപ്പാണ്. 1ാം സ്വാതന്ത്ര്യ സമരം ദയനീയമായിട്ട് പരാജയപ്പെട്ടപ്പോഴും ഭാരതത്തിലെ ആൾക്കാരൊക്കെ സന്യാസിമാരൊക്കെ ചിന്തിച്ചു, ലോകത്തിന് മുഴുവൻ അറിവ് നൽകിയ നാടാണ് ഭാരതം, ലോകം മുഴുവൻ ആശ്രയിച്ച നാടാണ് ഭാരതം. ഭാരതത്തിന് എന്തുകൊണ്ടാണ് ഈ ഒരു ദുർഗതി വന്നത്? അന്നത്തെ കാലത്തെ സന്യാസിമാരെല്ലാവരും കൂടി കുംഭമേള കഴിഞ്ഞ് ആലോചിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് ഈ ഭാരതം അത്ര ശ്രേഷ്ഠമായത് ഇവിടുത്തെ ഉപാസനാ പദ്ധതികളെ കൊണ്ടായിരുന്നു. നമുക്ക് 51 ശക്തിപീഠങ്ങൾ ഉണ്ടായിരുന്നു ഭാരതത്തിൽ. ഓഷോ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഭാരതം എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രമായ പരിധികളാൽ നിശ്ചയിക്കപ്പെട്ട ഒരു ഭൂപ്രദേശമല്ല, അതിശക്തമായ ഊർജമണ്ഡലത്താൽ പ്രകമ്പിതമാണ് ഭാരതം എന്ന് പറയാറുണ്ട്. ഭാരതത്തിന് പ്രത്യേകത ഇവിടെ അത്രയും തേജസ് ഉണ്ട് എന്നുള്ളത്. അതിന് കാരണം ഇവിടെ നടന്നിരുന്ന ആചാരാനുഷ്ഠാനങ്ങളും തപസ്സും നാമജപൊക്കെയായിരുന്നു. ഈ തപസ്സും ജപവും ഈശ്വരാരാധനയാണ് നമ്മളുടെ ശക്തിക്ക് കാരണമെന്ന് മനസ്സിലാക്കിയ മുഗളന്മാർ
ആദ്യം ചെയ്തത് ക്ഷേത്രങ്ങൾ നശിപ്പിക്കുക എന്നുള്ളതാണ്. കാശിയും അയോധ്യയൊക്കെ നശിപ്പിച്ചു. തുടർന്ന് ഇംഗ്ലീഷുകാർ തന്നെ അത് ചെയ്തു. കുംഭമേള തിരുനാവായ നടന്നിരുന്ന അതിശക്തമായ കാശിക്ക് സമാനമായി നമ്മൾ കണ്ടിരുന്ന തിരുനാവായ സഭയിലാണ് പണ്ട് കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിച്ചിരുന്നത്. രാജാക്കന്മാർ തീരുമാനിച്ചതൊക്കെ സഭയിലായിരുന്നു. ഈ ജനാധിപത്യം എന്ന് പറയുന്ന സാധനം ഇവിടെ അടുത്ത കാലത്ത് കൊണ്ടുപോകുന്നതല്ല. നമ്മൾ പണ്ടേ ഇതുപോലെ സഭകളിലാണ്, ഇതുപോലെ ആചാര്യന്മാരാണ് തീരുമാനിച്ചിരുന്നത്. ഒരു രാജാവ് ഇവിടെ രാജ്യം ഭരിച്ച് 12 കൊല്ലം കഴിഞ്ഞാൽ അയാൾ വാനപ്രസ്ഥത്തിന് പോകും. പിന്നെ അടുത്തയാളെ തെരഞ്ഞെടുക്കുന്ന സഭയാണ് തിരുനാവായ സഭ. കേരളത്തിന്റെ സാംസ്കാരിക ഭരണകാര്യങ്ങളിൽ ഏറ്റവും ശക്തമായി ഇടപെട്ടിരുന്ന സ്ഥലമാണ്. അതിനെ നശിപ്പിച്ചോടുകൂടി ആ സംവിധാന നഷ്ടത്തിലെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ 51 ശക്തിപീഠങ്ങൾ നശിപ്പിച്ചോടുകൂടി തപസ് നഷ്ടപ്പെട്ടതാണ് ഭാരതത്തിന്റെ ഈ ദുർവിധിക്ക് കാരണമെന്ന് മനസ്സിലായിട്ട് ഭാരതമാതാവിനെ കാളിഘട്ടിലെ കാളിയെ ഭാരതമാതാവായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിശക്തമായ ദേവീപാസന, അതിന്റെ ഫലമായിട്ടാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ആ തപസ്സിന്റെ ശക്തിയിലാണ്. നമ്മൾ സോഷ്യൽ സയൻസിൽ പഠിച്ച കാരണങ്ങളെ കൊണ്ടൊന്നും അല്ല, തപസ്സുകൊണ്ട് തന്നെയാണ്. എന്നാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും സത്യത്തിൽ ആരോ തമാശയ്ക്ക് പറയാറുണ്ട്, വെള്ളക്കാരുടെ കയ്യിലേക്ക് പോയെന്ന് നമുക്ക് തോന്നിയിട്ടുള്ളൂ. വലിയ ഗുണം നമുക്ക് ഉണ്ടായിരുന്നില്ല. വളരെ അടുത്ത കാലത്താണ് ഭാരതത്തിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ട് എന്ന് നമുക്ക് തോന്നി തുടങ്ങിയത്. ലോകം മുഴുവൻ അംഗീകരിക്കാൻ തുടങ്ങിയത്. കാരണം അങ്ങനെ ഒരു പൗരൻ എന്ന് പറയുന്ന ഒരാൾ ഭാരതത്തിലുണ്ട്. തപസ് ചെയ്യുന്ന ആൾക്കാർ, സന്യാസിക്ക് സമമായ ആൾക്കാർ, യോഗി ആദിത്യനാഥ്, അതുപോലെ തന്നെ മോദിജിയൊക്കെ തപസ്സുള്ളവരാണ്. അവരുടെ നേതൃത്വത്തിലേക്ക് ഭാരതം വന്നപ്പം ഭാരതത്തിന് ഫലം വഹിക്കുമ്പോൾ എത്രയോ അത് ലോകം മുഴുവൻ ഭാരതത്തിന് യശസ് ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങളാണ് ചെയ്തത്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ഹിന്ദുക്കള് അല്ലെങ്കിൽ ഹൈന്ദവ ശാക്തീകരണം. നമ്മൾക്ക് ശക്തി ഇല്ലാത്തവരൊന്നല്ല, നമ്മൾക്ക് ഏകീകരണം ഇല്ലാത്തവരാണ്. ആ ഒരു ഏകീകരണമാണ് ഇനി വേണ്ടത്. കാരണം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൊക്കെ കൊണ്ടുവന്ന ഒരു ആശയം ഇപ്പോഴും നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. കാരണം പലപ്പോഴും ഹിന്ദുവിനെ കാണാനില്ല അവിടെ. നമുക്ക് കുറെ നായന്മാരെയും നമ്പൂതിരിമാരെയും ഈഴന്മാരെയൊക്കെ കാണാനുള്ളൂ. ഹിന്ദു അവിടെ എന്ന് വെച്ചാൽ കാണാനില്ല. അങ്ങനെ അതൊക്കെ ശക്തമാണ്. അതിൽ നിന്ന് മാറിയിട്ട് ഞാനൊരു നായരാണ്, ഞാനൊരു നമ്പൂരിയാണെന്ന് പറയുന്നത് കുറച്ചുകൂടി വരുന്നിട്ട് ഞാനൊരു ഹിന്ദു ആണ് എന്ന് പറയാനുള്ള ഒരു ആർജവമാണ് നമുക്ക് വേണ്ടത്. ആ ആർജവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം ശബരിമലയൊക്കെ നമ്മൾ കണ്ടു. ഹിന്ദുക്കൾ സംഘടിപ്പിച്ചപ്പോണ്ടായ ശക്തി നമ്മൾ കണ്ടു. അത്രയേ ശക്തി നമ്മൾ ഇത്തരം പദ്ധതികളിലൂടെ ആചരണങ്ങളെ നേടുന്നത്. പക്ഷെ നമ്മളെ ഈ ശക്തിപ്പെടല് അല്ലെങ്കിൽ ഏകീകരണം ആർക്കൊക്കെയോ ഇവിടെ ഭയം ഉണ്ടാക്കുന്നുണ്ട്. ആ ഭയമുള്ളവരാണ് ഭരണകൂടത്തെ സ്വാധീനിച്ച് ഇതൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. തമിഴ്നാട്ടിൽ കണ്ട് നമ്മൾ തലേന്ന് വൈകുന്നേരം വരെ എല്ലാ തരത്തിലും നമ്മൾ അതിഗംഭീരമായ യാത്ര തമിഴ്നാട്ടിൽ പ്ലാൻ ചെയ്തു. തലേന്ന് രാത്രി അത് ക്യാൻസൽ ചെയ്തു. സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞ ഉന്നത തലങ്ങളിലിട്ട തീരുമാനത്തിന്റെ ഭാഗമായിട്ട് രഥം ഓടാൻ പറ്റാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കാരണങ്ങൾ റോട്ടിൽ വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഒക്കെയാണ്. 100 കണക്കിന് രഥങ്ങൾ പഴനിക്ക് പോയിക്കൊണ്ടിരിക്കുക. എല്ലാ റോഡും കൂടി പഴനിയിൽ വലിയ ഉത്സവം നടക്കാൻ പോകുക. നമ്മുടെ രഥം മാത്രമേ ലോകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇതിനൊക്കെ പിന്നിലുള്ള ഗൂഢാലോചന നമ്മളെ ശക്തിപ്പെടലിനെ ഭയക്കുന്നവരുടെ ഒരു പ്രവർത്തനമല്ല, ആ ഭയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മളെ കൊണ്ട് ഇതൊന്നും നമ്മൾ ഭയക്കില്ല എന്നുള്ളതാണ്. കാരണം ഇതിനേക്കാൾ വലിയത് വന്നിട്ട് നമ്മൾ ഭയന്നിട്ടില്ല. കാരണം ഇതിനേക്കാളൊക്കെ വലിയ പ്രക്ഷോഭങ്ങളും നശീകരണ പ്രവർത്തികളൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു പോന്നിട്ടില്ല. അല്ലെങ്കിൽ നമ്മളെ തപസ്സുകൊണ്ട് ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ പോന്നിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ ആർജവമുള്ളവരും ധർമ്മബോധമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടില് ധർമ്മബോധമുള്ള ആൾക്കാരില്ല. ഇന്ന് മതേതരന്മാർ മാത്രമേ കാണാനുള്ളൂ. ഹിന്ദു അല്ല. ഞാൻ എപ്പോഴും പറയലുണ്ട്, ഞാൻ ഹിന്ദു ആണെന്ന് പറയാനുള്ള ഒരു ധൈര്യം നമുക്കില്ലായിരുന്നു. ആദരണീയ മഹാമണ്ഡലേശ്വർജി, നമ്മുടെയൊക്കെ മാർഗദർശിയുമായിട്ടുള്ള പ്രഭാകരാനന്ദ സ്വാമിജി, ശ്രീനാഥ് കാര്യാട്ട്, അതുപോലെ ഈ ഒരു മഹത്തിന്റെ കുംഭമേളയുടെ സംഘാടകരിൽ പ്രധാനിയായിട്ടുള്ള അദ്ദേഹം, അതുപോലെ നമ്മുടെ ഒറ്റപ്പാലത്തെ ഗണേശൻ എന്നറിയപ്പെടുന്ന അരവിന്ദൻജി, അതുപോലെ
ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. സ്വാമിജിയും ശ്രീനാഥ്ജിയും നമുക്ക് എല്ലാ നിർദ്ദേശങ്ങളും നൽകി കഴിഞ്ഞു, കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കി കഴിഞ്ഞു. ആധ്യാത്മികമായ സനാതനധർമ്മത്തിന്റെ ഏതൊരു കാര്യപരിപാടിക്കും സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്ന ഒരു 5 ദേവതകളുടെ സാന്നിധ്യമുള്ള ഈ ക്ഷേത്രം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ എല്ലാമായിട്ടുള്ള ആദരണീയ ശ്യാംജി മഹാമഹാമഹ കേരള കുംഭമേള എന്ന ഈ ഒരു വിഖ്യാതമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യപരിപാടി ഇന്ന് ഭാരതം മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ആന്ധ്രയിൽ ഒരുപാട് ഭക്തസമൂഹമുള്ള ഒരു സ്വാമിജി നമ്മളെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ കുംഭമേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്, അവിടെ കുറെ പേരെ കൂട്ടി ഇങ്ങോട്ട് വന്നാൽ താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന ആദ്യത്തെ ഒരു സംരംഭമാണ്. 2016 മുതൽ അവിടെ മഹോത്സവം നടക്കുന്നുണ്ടെങ്കിലും അത് ചെറിയ രീതിയിലായിരുന്നു. ഇപ്പോൾ ജുനാഗഡ് അഖാഡയുടെ മഹാമണ്ഡലേശ്വർജി നേരിട്ട് നേതൃത്വം കൊടുക്കുന്നത് കൊണ്ട് ഇപ്രാവശ്യം വലിയ രീതിയിൽ കാര്യപരിപാടി നടക്കുന്നുണ്ടെങ്കിലും ആദ്യത്തെ വർഷം ആയതുകൊണ്ട് ചില പോരായ്മകളുണ്ട്. അതുകൊണ്ട് സ്വാമിജി വരികയാണെങ്കിൽ സന്തോഷം, കൂടുതൽ പേര് വന്നാൽ ഒരുപക്ഷെ വേണ്ട രീതിയിൽ സംതൃപ്തമായ രീതിയിൽ താമസ സൗകര്യങ്ങൾക്ക് ചിലപ്പോൾ പ്രയാസം നേരിട്ടേക്കാം, എന്നാലും വരുന്നത് സന്തോഷമാണെന്ന് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഭാരതത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു പരിപാടിയായിട്ട് അത് മാറിയിരിക്കുകയാണല്ലോ എന്ന്. തീർച്ചയായിട്ടും ആ രീതിയിൽ വലിയൊരു പ്രസിദ്ധിയിലേക്ക് കേരളം മാറിയിരിക്കുകയാണ്. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ കേരളത്തിലെ സന്യാസി സമൂഹം ഒറ്റക്കെട്ടായി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നടത്തിയ ധർമ്മ സന്ദേശ യാത്രയിൽ ഈ കേരളത്തിൽ ഇതുവരെ മൂടപ്പെട്ടിരുന്ന അധാർമികതയ്ക്ക് മേലെ തീർത്ഥം തെളിച്ചിട്ടാണ് ആ പരിപാടി അവസാനിപ്പിച്ചത്. ആ തീർത്ഥം തെളിച്ച് ശുദ്ധമാക്കിയ ഈ കേരള ഭൂമിയിൽ ഇതാ ഇപ്പോൾ മഹാമകം എന്നുള്ള ആ ഒരു കുംഭമേള ആരംഭിച്ചിരിക്കുകയാണ്. ഇത് കേരളത്തിന്റെ ഉണർവാണ്. ഭാരതം ഇന്നലെ മിനിയാന്ന് ഗവർണർ പറഞ്ഞതുപോലെ ഭാരതം അതിന്റെ ഉണർവിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാരതം ഉണരുകയാണ്, ഉയരുകയാണ്. ഭാരതം ഉയരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളം ഉയരുന്നു. കാരണം ഭാരതത്തിന്റെ ഒരു അംഗമാണ് കേരളം. ഞാൻ എഴുന്നേൽക്കുമ്പോൾ എന്റെ കൈ എഴുന്നേൽക്കുന്നില്ല, എന്റെ കാല് എഴുന്നേൽക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. എന്റെ കൈയും കാലും ഒക്കെ എഴുന്നേൽക്കുന്നു ഞാൻ എഴുന്നേൽക്കുമ്പോൾ എന്നതുപോലെ ഭാരതം അതിന്റെ ഉണർവിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളം സ്വാഭാവികമായിട്ടും അതിന്റെ ഉണർവിലേക്ക് പ്രയാണം ചെയ്യുകയാണ്. കേരളത്തെ ഭാരതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനുള്ള ആസൂത്രിതമായ പ്രയത്നങ്ങൾ കേരളത്തിനകത്തല്ല, ഭാരതത്തിനകത്തല്ല, ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ ഇരുട്ടിൽ മറഞ്ഞിരുന്നുകൊണ്ട് പല ശക്തികളും നടത്തുമ്പോൾ അതൊന്നും ഫലപ്രദമാവില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സന്ദേശം കൂടിയാണ് ഈ കുംഭമേളയിൽ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ആയിരങ്ങൾ. ഇനിയുള്ള ദിവസങ്ങളിൽ ആയിരക്കണക്കിന് പേർ അവിടെ എത്തേണ്ടതാണ്. നാളെ കഴിഞ്ഞ 23-ാം തീയതി ഇവിടെ നമ്മളുമായി ബന്ധപ്പെട്ട 150ഓളം പേര് 3 ബസ്സിൽ അവിടേക്ക് യാത്ര ചെയ്യാനുള്ള പദ്ധതികൾ നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ തൃശ്ശൂർ, പാലക്കാട് എന്നല്ല കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ധാരാളം പേര് അവിടെ എത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ അതിനെ വളരെ നിസ്സാരമായി കണ്ടവർക്ക് മുമ്പിൽ ഒരു വലിയൊരു ഒരു പ്രേരണയാക്കി, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു കാഴ്ചപ്പാട് മാറ്റിയെടുക്കുന്ന രീതിയിലേക്ക് ഈ ഒരു പ്രയത്നം ഉണ്ടാവണം. തീർച്ചയായിട്ടും ഈ ഒരു മഹാമകം, ഈ ഒരു കേരള കുംഭമേള ഇനി വരുന്ന വർഷങ്ങളിൽ അത് പ്രയാഗിലും അതുപോലെ ഹരിദ്വാറുമൊക്കെ നടക്കുന്ന കുംഭമേളയ്ക്ക് സദൃശ്യമായിട്ട് മാറുവാൻ സാധിക്കുമാറാകട്ടെ. അതിന് ഗുരുപരമ്പരയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോ.